സമയം 6:05. ഇപ്പോൾ പഠിച്ചാൽ ശരിയാവില്ല. ഓരോ ടൈമിൽ പഠിക്കാൻ പാടില്ല. നമുക്കൊരു 6:30 പഠിക്കാം. അതുവരെ റീൽസ് തോണ്ടാവും. അയ്യോ 6:45. നാളെ പരീക്ഷ എപ്പോഴാ? 8 മണിക്ക്. വീട്ടിൽ നിന്ന് ഒരു 7 മണിക്ക് ഇറങ്ങിയാൽ മതി. അപ്പോൾ 7 മണി 12 മണിക്കൂറുണ്ട്. 12 മണിക്കൂറൊക്കെ എന്ത് പഠിക്കാനാണ്? പഠിക്കാനൊന്നുമില്ല. 2 മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്ന സാധനമുള്ളൂ. അപ്പോൾ നമുക്കിനി ഒരു 1 മണിക്കൂർ നെറ്റ്ഫ്ലിക്സും കൂടി കണ്ടിട്ട് നമുക്ക് പഠിക്കാൻ പോകാം. അല്ലേ നല്ലത്? ആക്ക മതി. ഇയാളെന്തൊക്കെയാണ് പറയണേ? ഉറക്കം വന്നിട്ട് പാടില്ല. 3x ഉണ്ടോ നോക്കട്ടെ. ശരിയില്ല. ഇതെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ക്ലാസ്സിൽ മിസ് ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇതങ്ങനെ അതങ്ങനെ എടുക്കുക, അതിങ്ങനെ എടുക്കുക, അത്രേ ഉള്ളൂ. ഹലോ, എല്ലാം പഠിച്ചു കഴിഞ്ഞാ? ഞാനിപ്രാവശ്യം 2 ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. ബാക്കി ചാപ്റ്ററിന് മാത്രമേ ചീറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. 2 ചാപ്റ്റർ പഠിച്ചാൽ 8 ചാപ്റ്ററിൻ്റെ ചീറ്റ് ഉണ്ടാക്കുള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബ് കുറേ നോക്കിയിട്ട് ഹൗ ടു ചീറ്റ് എന്ന് ഞാൻ കുറേ പഠിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ അവർ പറയണത് ഇങ്ങനെ എടുത്ത് ചെവിയിലൊക്കെ വെച്ച് അങ്ങനെ ഒളിപ്പിക്കാമെന്ന സൂപ്പർ ഐഡിയ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഫുൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ചെറിയ കോപ്പി എടുത്തിട്ടുണ്ട്. 2 എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ സെൻറ്ററിൽ 1 മണിക്കൂർ മുമ്പ് എത്തും. അപ്പോൾ ഞാൻ നിനക്ക് തരാം. ഓക്കെ? ഹലോ, എനിക്ക് ഭയങ്കര പേടിയാവണം. ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒരു മാങ്ങയും പഠിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര പേടിയാവണം. എനിക്ക് സിലബസ് തന്നെ അറിയില്ല എന്ന് തോന്നണം. എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടി വെച്ചേണ്ട, എനിക്കൊന്നും അറിയില്ല. ഞാൻ ഫെയിലാവൂടാ. എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണം. നീ എൻ്റെ ബാക്കിലല്ലേ ഇരിക്കണേ, നീ എന്നെ ഹെൽപ്പ് ചെയ്യോ പ്ലീസ്. അല്ല, ഞാൻ ഫെയിലാവും. ഭയങ്കരമായിട്ട് പേടിയാവണടാ. ഞാൻ പഠിച്ചതൊന്നും തലയിൽ ഓർമ്മ വന്നില്ലടാ. ഹെൽപ്പ് മാതാവേ, ഈ പരീക്ഷയ്ക്ക് എന്നെ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ എന്തായാലും പഠിക്കാം. ഉറപ്പ് ഈ പരീക്ഷയ്ക്ക് എന്തായാലും ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. പഠിച്ചതൊക്കെ തലയിൽ ഓർമ്മയുണ്ടാവണേ. എന്നെ ഹെൽപ്പ് ചെയ്യണേ. പഠിക്കാത്ത ഒരു ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻ വരല്ലേ. പ്ലീസ് ഹെൽപ്പ് ചെയ്യണേ. ഈ പരീക്ഷയിൽ ഫുള്ള് വരാനാണെങ്കിൽ ഞാൻ ഒരു പാക്കറ്റ് മെഴുകുതിരി കത്തിച്ചു തരാം. പിന്നെ ഞാൻ വേളാങ്കണ്ണിയിലും പോവാം. പ്ലീസ്. ഈ ചാപ്റ്ററിൽ ഇപ്പം എന്തുള്ള ഇതൊന്നും വരില്ല. ജസ്റ്റ് സാധനം ഇതൊക്കെ എനിക്കറിയാം. സിമ്പിൾ. അതുണ്ടായി ഇതുണ്ടായി ഒക്കെ തന്നെ. സിമ്പിൾ. ഇതൊന്നും വരില്ല. ഉറപ്പാ. ഇതൊക്കെ ആര് ചോദിക്കാനാ? ഇത്രേ ഉള്ളൂ. एक दी राजा एक दी रानी दोनों मर गए, खत्म कहानी. ഹലോ എടാ, നീ മറ്റേ ചാപ്റ്റർ പഠിച്ച? മറ്റേ 5th അതിലത്തെ 4th ഭാഗം പഠിച്ചില്ല? അത് ഏറ്റവും ഇമ്പോർട്ടൻ്റാ. അത് പഠിച്ചില്ലെങ്കിൽ തോറ്റു പോകും. ഫുൾ ക്വസ്റ്റ്യൻസ് അതെന്നാ പറഞ്ഞേ. എല്ലാ ക്വസ്റ്റ്യനും സാറ് പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യനും അതെന്നാ വരാന്ന്. നീ എന്തിനാ അത് സ്കിപ്പ് ചെയ്തേ? ഇനി എന്തുണ്ടാവാനാ? നിനക്ക് ഫുൾ മാർക്കും പോകും. നിനക്ക് വല്ല 20 മാർക്സ് എങ്ങാനും കിട്ടും ചിലപ്പോൾ. ആടാ, വീട്ടുകാർ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? സ്പോർട്സൊക്കെ നിൻ്റെ കട്ടാവും. നീ സ്പോർട്സിലോട്ടോ ഗ്രൗണ്ടിലോട്ടോ ഇറങ്ങാൻ പറ്റിയാൽ നിനക്ക് എല്ലാ പീറ്റിയും കട്ടാവും. ഹലോ, പിന്നെ 9th ചാപ്റ്ററിലത്തെ 4th യൂണിറ്റ് പഠിച്ചോ? അതും പഠിച്ചില്ലേ മോനെ? നിന്റെ കാര്യം പോയി. നീ പൊട്ടി. ഹലോ, മറ്റേ 1st ചാപ്റ്ററിലത്തെ 2ാമത്തെ പേജ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്തായാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതൊന്നും എന്തായാലും പഠിക്കണം. പിന്നെ മറ്റേ വാട്ടർ റിസോഴ്സസ് ചാപ്റ്ററിൽ ജൽജീവൻ മിഷൻ, ഡാം, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും വിട്ടുകളയരുത് കേട്ടോ. പിന്നെ
പിന്നെ മറ്റേ നർമ്മദ ബച്ചാവോ മൂവ്മെൻ്റ് ഒക്കെ പഠിക്കണം. പിന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് മാപ്പ് വർക്ക് പഠിക്കണം. അതൊക്കെ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒക്കെ ഫുൾ മാർക്കായിരിക്കും കിട്ടണം. ഇതൊക്കെ പഠിക്കണേ, സ്കിപ്പ് ചെയ്യല്ലേ. വല്ലതും മനസ്സിലാവുണ്ടോ? ഹലോ ഹലോ, ഉറങ്ങിയോ? Power sharing is good because it helps to reduce possibilities of conflicts between two communities. Since social conflicts often leads to violence and political instability, power sharing is very good. It's the very spirit of a democracy. എടാ നീ എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലടാ. ഇന്നലെ ആ മാച്ച് കണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. ഒന്നും പഠിച്ചിട്ടില്ല. എനിക്ക് ഉറപ്പാ നീ പഠിച്ചതിന് പകുതിയായിരിക്കും ഞാൻ പഠിച്ചേക്കണേ. ഒന്നും പഠിച്ചിട്ടില്ലടാ. ഞാൻ എങ്ങനെ പാസ്സാവും നാളെ? ഓഫ്. ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ചാപ്റ്ററൊക്കെ പഠിച്ചിട്ടുണ്ട്. 80-ൽ 79 കിട്ടിയുള്ളൂ. 1 മാർക്ക് പോയി.